പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ചില വിഷയങ്ങളിൽ കുറച്ച് രൂക്ഷമായി പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾ വിചാരിക്കും അവർ പറയുന്നതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ അവരെ നമുക്ക് പേടിയാണെന്ന്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിനർത്ഥം പ്രശ്നങ്ങളെ പേടിക്കുന്നു എന്നല്ലല്ലോ. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ കാണുന്ന ആളുടെ പേര് സന്ദീപ് എന്നാണ്. ഇദ്ദേഹത്തിനെ വ്യക്തിപരമായി അറിയാവുന്ന, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അറിയാവുന്ന മുസ്ലിങ്ങൾ ഇദ്ദേഹത്തെ പ്രത്യേകം കരുതിയിരിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ വാഹനങ്ങളിലോ നിങ്ങളുടെ വീടുകളിലോ MDMA പോലെയുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവച്ചിട്ട് നിങ്ങളെ ജീവിതകാലം മുഴുവൻ ജയിലിലടയ്ക്കാനുള്ള പണി ഇയാൾ എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ, വീട് അഡ്രസ്സോ നിങ്ങളുടെ ഫോൺ നമ്പറോ ഒക്കെ ഇദ്ദേഹത്തിന് അറിയാമെങ്കിൽ തീർച്ചയായും അതൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി നിങ്ങളെ ജീവിതകാലം മുഴുവൻ ജയിലിലടയ്ക്കാൻ ഇയാൾ ഏത് കളിയും കളിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. കാരണം അത്രത്തോളം മുസ്ലിം വിരുദ്ധതയും വെറുപ്പും വിദ്വേഷവും ഇയാൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്, അത് പ്രചരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പ്രൊഫൈൽ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ പൊതുബോധത്തിനോടൊപ്പം നിൽക്കാറില്ല, എൻ്റെ ബോധ്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഞാനൊരു ഫ്രീ തിങ്കറാണ്. തുടർന്ന് നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ചാൽ കടുത്ത മുസ്ലിം വിരുദ്ധതയും വെറുപ്പും പ്രചരിപ്പിക്കുന്ന വീഡിയോസുകളാണ്, ഫോട്ടോസുകളാണ്, എഴുത്തുകളാണ് ഇദ്ദേഹം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തീവ്ര ഹിന്ദുത്വവാദികളുടെ ആശയങ്ങളും BJPയുടെ രാഷ്ട്രീയവും വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും താനൊരു BJPക്കാരനാണ് അല്ലെങ്കിൽ സംഘിയാണെന്ന് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല. ചിലപ്പോൾ നാണക്കേട് കൊണ്ടാവും. ഇയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും മനസ്സിലാവുന്നത് ഇയാൾ കണ്ണൂർ സ്വദേശിയാണ്. ഇപ്പോൾ ഇയാൾ ഉള്ളത് അബുദാബിയിലാണ്. അതൊക്കെ ശരിയാണെങ്കിൽ അബുദാബിയിൽ ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ടെങ്കിൽ, ഇയാളുമായി റൂം ഷെയർ ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇയാളെ കരുതിയിരിക്കണം. ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കുടുക്കാൻ, നിങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കാൻ, നരകതുല്യമാക്കാൻ ഏതറ്റം വരെയും ഇയാൾ പോകും. അത്രത്തോളം അപകടകാരിയാണ്. ഇയാൾ സ്വയം പരിചയപ്പെടുത്തുന്നത് സ്വതന്ത്ര ചിന്തകനാണെന്നാണ്. ഒരിക്കലും അത് വിശ്വസനീയമല്ല. കാരണം ഇയാളുടെ പ്രൊഫൈൽ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. അതുകൊണ്ട് ഇത്തരത്തിൽ സ്വതന്ത്ര ചിന്തയുടെ മറവിലിരുന്നു കൊണ്ട് പച്ചയായ വർഗീയതയും മുസ്ലിം വിരുദ്ധതയും ഇസ്ലാമോഫോബിയ വളർത്തുന്നവരെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവരെ സമൂഹത്തിൽ തുറന്നു കാണിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ ഉണ്ടായ തീവ്രവാദി അക്രമത്തെ തുടർന്ന് ഇയാൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. അത് ഞാനിവിടെ നിന്ന് വായിക്കാം. അത് മാത്രം മതി ഇയാൾ ആരാണെന്നും ഇയാൾ എന്താണെന്നും ഇയാളുടെ ലക്ഷ്യം എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. മുസ്ലിം നാമധാരികളായ സുഹൃത്തുക്കൾ ക്ഷമിക്കുക. ഇന്ന് സിഡ്നിയിൽ നടന്ന അക്രമം കണ്ടല്ലോ. അതിന് വളരെ മുന്നേ ഇവിടെ യൂറോപ്പിൽ ഒരാൾക്ക് വാടകയ്ക്ക് റൂം എടുക്കുമ്പോൾ റൂമിൽ താമസിക്കുന്ന അല്ലെങ്കിൽ താമസിക്കാൻ പോകുന്ന അടുത്ത ആളുടെ മതം നോക്കുന്നുണ്ട്. മുസ്ലിം ആണോ എങ്കിൽ വേണ്ട എന്ന് പറയും. പേഴ്സണലി ഒരു മതത്തിലും ഇല്ലാത്ത ഞാനും ഇപ്പോൾ അത് നോക്കാറുണ്ട്. കാരണം വെറുപ്പല്ല, ഭയമാണ്. മുസ്ലിം നാമധാരികളെ ഞാൻ ഭയമില്ലാതെ കാണുന്നവർ ഇടയ്ക്ക് രണ്ടെണ്ണം അടിക്കുന്നവർ, പന്നി ഇറച്ചി കഴിക്കുന്നവരൊക്കെയാണ്. അല്ലാതെ നിസ്കരിക്കുകയും മസ്ജിദിൽ പോകുന്നവരെയും ഞാൻ കാണുന്നത് ഭയത്തോടെയാണ്. ഒരിക്കലും അവരോട് അടുക്കില്ല, അവരെ അകറ്റി നിർത്തും. കണ്ടില്ലേ, ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടന്ന തീവ്രവാദി അക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും, അതായത് ഇസ്ലാമിക നിയമമനുസരിച്ച് ജീവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും പ്രശ്നക്കാരാണ്, കുഴപ്പക്കാരാണ്, അക്രമികളാണ് എന്ന രീതിയിൽ ഒരു ചിത്രമുണ്ടാക്കിയെടുക്കുക എന്ന ശ്രമമാണ് ഡ്യൂപ്ലിക്കേറ്റ് സ്വതന്ത്ര ചിന്തകൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ രഹസ്യ സ്വഭാവമുള്ള രേഖകളൊക്കെ പാകിസ്ഥാന് ചോർത്തി കൊടുക്കുന്ന കേസിൽ അറസ്റ്റിലാവുന്നത് മുഴുവൻ ഹൈന്ദവ നാമധാരികളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ രാജ്യത്ത് കാശ്മീരിൽ പെഹൽഗാമിൽ നടന്ന ഭീകരവാദ പ്രവർത്തനമടക്കം നമ്മുടെ രാജ്യത്തുണ്ടായേക്കാവുന്ന മുഴുവൻ തീവ്രവാദ ഭീകരവാദ അക്രമങ്ങൾക്ക് പിന്നിൽ ഇത്തരത്തിൽ സ്വന്തം രാജ്യത്തിരുന്നു കൊണ്ട് പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഇത്തരം രാജ്യദ്രോഹികളുടെ കൂടി ഒത്താശയോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഈ രീതിയിൽ നമ്മുടെ രാജ്യത്ത് അക്രമങ്ങൾ നടക്കുന്നത്. ആ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ വന്ന് അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ആ രാജ്യത്തിരുന്നു കൊണ്ട് പാകിസ്ഥാന് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തവരുടെ ഒത്താശ അതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന കേസിൽ അറസ്റ്റിലാവുന്നവരുമായി ഈ സന്ദീപിനെ പോലെയുള്ളവർക്കുള്ള ബന്ധം എന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഞാനിത് പറയാനുള്ള കാരണം, ഓസ്ട്രേലിയയിൽ തീവ്രവാദി അക്രമം ഉണ്ടായപ്പോൾ ഒരു തീവ്രവാദിയെ അയാളുടെ പിറകിലൂടെ ഓടിച്ചെന്ന് കീഴ്പ്പെടുത്തിയ അഹമ്മദ് എന്ന് പറയുന്ന മുസ്ലിമും ആ തീവ്രവാദികളുടെ അതേ കമ്പനിക്കാരനാണ്. അത് അവരുടെ ഒത്താശയോടുകൂടി നടന്നുള്ള സംഭവമാണെന്നാണ് ഇയാൾ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതോടൊപ്പം തന്നെ പെഹൽഗാമിൽ നടന്ന തീവ്രവാദി അക്രമത്തിൽ തീവ്രവാദിയെ കീഴ്പ്പെടുത്തി ജീവൻ നഷ്ടപ്പെട്ട ആദിൽ ഹുസൈനും ആ തീവ്രവാദികളും ഒരേ കമ്പനിയിൽപ്പെട്ടവരാണെന്ന രീതിയിലും ഇദ്ദേഹം എഴുതുന്നുണ്ട്. അതായത് അക്രമം നടത്തുന്നവരെല്ലാം മുസ്ലിങ്ങളാണ്, അവരെ തടയുന്നവരും അവരെ കീഴ്പ്പെടുത്തുന്നവരും അവരെ നേരിടുന്നവരുമൊക്കെ മുസ്ലിങ്ങളാണെങ്കിൽ അതും ഈ തീവ്രവാദികളുമായിട്ടുള്ള നാടകത്തിൻ്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാൻ വളരെ കഠിനമായ പരിശ്രമം ഇയാൾ നടത്തുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇയാൾക്ക് മുസ്ലിങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷവും എത്രത്തോളം ഉണ്ടെന്ന്. കർണാടകയിൽ മുസ്ലിമായ പ്രധാന അധ്യാപകരെ
ആ സ്കൂളിൽ നിന്നും പിരിച്ചുവിടാൻ ആ സ്കൂളിലെ വാട്ടർ ടാങ്കിൽ വിഷം കലക്കിയത് തീവ്ര ഹിന്ദുത്വവാദികളായിരുന്നു. മുസ്ലിം കുട്ടികൾ മാത്രം പഠിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം കുട്ടികൾ കൂടുതലായി ഉണ്ടായിരുന്ന ഒരു സ്കൂൾ ആയിരുന്നില്ല അത്. അവിടെ ഹിന്ദു കുട്ടികളും ആ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞു മക്കളായിരുന്നു കൂടുതലായി ആ സ്കൂളിൽ ഉണ്ടായിരുന്നത്. മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന അമ്മയുടെ മനോഭാവമായിരുന്നു ഇവിടെ തീവ്ര ഹിന്ദുത്വവാദികൾ പുറത്തെടുത്തത്. മുസ്ലിങ്ങളെല്ലാം IS-ൽ ചേരണമെന്ന പോസ്റ്റർ ഉത്തരാഖണ്ഡിൽ ഒട്ടിച്ച കേസിൽ പിടിക്കപ്പെട്ടത് മുഴുവൻ തീവ്ര ഹിന്ദുത്വവാദികളായിരുന്നു. ഐ ലവ് മുഹമ്മദ് എന്ന് ക്ഷേത്രത്തിൻ്റെ മതിലുകളിൽ എഴുതിയ കേസിൽ UP-യിൽ പിടിക്കപ്പെട്ടതും തീവ്ര ഹിന്ദുത്വവാദികളാണ്. അതേ ഹിന്ദുത്വവാദികളുടെ മലയാളി വേർഷനാണ് ഈ സന്ദീപ് എന്ന് പറയുന്ന തീവ്രവാദി. എങ്ങനെയെങ്കിലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തെ, ക്രൈസ്തവ സമൂഹത്തെ മുസ്ലിങ്ങൾക്കെതിരെ വഴിതിരിച്ചു വിടണം, ആ രീതിയിൽ മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായ അക്രമം ഉണ്ടാക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തിലും ഉദ്ദേശത്തിലും മാത്രമാണ് ഇയാൾ ഇത്തരത്തിൽ പച്ച നുണയും വർഗീയതയും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ മറ്റുള്ളവരുടെ മതം നോക്കി അവരെ കൊലപ്പെടുത്തുന്നവരാണ് എന്ന് നിരന്തരം പ്രചരിപ്പിക്കുന്ന ഈ സ്വതന്ത്ര ചിന്തകൻ ഈ വാർത്ത എന്തുകൊണ്ടാണ് കാണാതെ പോയത്? നോക്കൂ, ഇത് അദ്ദേഹത്തിൻ്റെ മരണമൊഴിയാണ്. തൻ്റെ പാൻറ് അഴിച്ചു നോക്കി താൻ മുസ്ലിമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ക്രൂരമായി ആക്രമിച്ചെന്നും തൻ്റെ ചെവി അവർ മുറിച്ചെടുത്തെന്നും വിരലുകൾ ചതച്ചെന്നും തൻ്റെ സ്വകാര്യ ഭാഗത്ത് പെട്രോൾ ഒഴിച്ചെന്നും അത്രത്തോളം മോശമായി ക്രൂരമായ രീതിയിൽ തന്നെ ആക്രമിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ മരണമൊഴിയിൽ അദ്ദേഹം പറയുന്നത്. ഈ കേസിൽ പിടിക്കപ്പെട്ടതെല്ലാം തീവ്ര ഹിന്ദുത്വവാദികളാണ്, സന്ദീപന്മാരാണ്. അതുകൊണ്ട് പുതിയ കാലത്തെ വെല്ലുവിളികളെന്ന് പറഞ്ഞാൽ സംഘപരിവാർ മാത്രമല്ല, സ്വതന്ത്ര ചിന്തയുടെ പിന്നിലിരുന്നു കൊണ്ട് യഥാർത്ഥ തീവ്രവാദം, യഥാർത്ഥ കലാപവും കലുഷിതമായ അന്തരീക്ഷവും നാട്ടിലുണ്ടാവാൻ ആഗ്രഹിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ഇതുപോലുള്ള സന്ദീപുമാരെ, ഒറിജിനൽ തീവ്രവാദികളെ, തീവ്ര ഹിന്ദുത്വവാദികളെ കൂടി തുറന്നു കാണിക്കേണ്ട ഉത്തരവാദിത്തം പൊതുസമൂഹത്തിനുണ്ട്. സോഷ്യൽ മീഡിയ നിരന്തരം വീക്ഷിക്കുന്നവർക്കും ശ്രദ്ധിക്കുന്നവർക്കുമുണ്ട്. ഞാനൊരാളെ സുഹൃത്തായി തിരഞ്ഞെടുക്കുന്നത് അയാളുടെ മതമോ ജാതിയോ തൊഴിലോ നോക്കിയിട്ടല്ല, അയാളുടെ സഹകരണവും സമീപനവും നോക്കിയിട്ടാണ്, അയാളുടെ സത്യസന്ധത നോക്കിയിട്ടാണ്, അയാളുടെ മാന്യമായ പെരുമാറ്റം നോക്കിയിട്ടാണ്. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരസ്പരമുള്ള വിശ്വാസങ്ങളിൽ, സൗഹൃദങ്ങളിലൊക്കെ മതം കലർത്തി നമ്മളെ ഹിന്ദുവായി, മുസ്ലിമായി, ക്രിസ്ത്യാനിയായി വേർതിരിച്ച് നമ്മളെ തമ്മിലടുപ്പിച്ച് ഇവിടെ കലുഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ജനങ്ങളുടെ സ്വസ്ഥമായ ജീവിതാന്തരീക്ഷം തകർക്കാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ തീവ്രവാദികളെ, ഈ തീവ്ര ഹിന്ദുത്വവാദികളെ, സ്വതന്ത്ര ചിന്തയുടെ മറവിൽ ഒളിച്ചിരിക്കുന്ന ഒറിജിനൽ സംഘികളെ നമ്മൾ തിരിച്ചറിയുകയും തുറന്നു കാണിക്കുകയും വേണം.